ഞാൻ ദേവൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാവുമ്പായും താമരക്കുളവും സൂര്യനാടും ഒത്തുചേരുന്ന ഒരു സെന്റർ ആണ്. ഇവിടെ അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പൊ വെക്കേഷൻ ഒക്കെ തീരാറായി, രണ്ടാഴ്ചയും കൂടെ ഉള്ളു. അപ്പൊ രണ്ടാഴ്ച ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടൊക്കെ വന്നിരുന്ന് ഓരോന്ന് കാണാം. താമരക്കുളത്തുള്ളവർക്ക്, ഇവിടെ പാവുമ്പായിലുള്ളവർക്ക്, സൂര്യനാടുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് കാണാനൊക്കെ പറ്റും. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ എല്ലാം കിളികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന ഫോട്ടോസ് ഒക്കെ എടുക്കാം. അപ്പൊ അങ്ങോട്ടൊക്കെ നമുക്ക് കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കാണാം. അപ്പൊ അവിടെ കുറെ കുട്ടിച്ചൂണ്ടയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഇപ്പൊ അതൊരു മാമൻ അവിടെ ചൂണ്ട ഇടുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിരുന്നു നമുക്ക് കാണാം. അവിടെ കൊക്കൊക്കെ ഉണ്ട്. കൊക്കും താറാവും ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ നോക്കാം. ഇവിടെ ഒരു കിളി നിൽക്കുന്നുണ്ട്. ലൈൻ കമ്പി ഒന്ന് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി കാണാം. ഈ പായലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. പണ്ടൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ പോവായിരുന്നു, അങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു. ഇപ്പൊ വെള്ളം കൂടിയോണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ പായലും പിടിച്ച് കിടക്കാണ്. അപ്പൊ പായലിന്റെ പുറത്ത് ചെറിയ ചെറിയ പൂവൊക്കെ പിടിച്ചിരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ കൂടെ ആണ് വഞ്ചിയൊക്കെ പോകുന്നത്. അവിടെ കട്ടച്ചൂളയാണ്. ഇവിടുന്ന് ചെളിയെടുക്കാൻ വഞ്ചിയൊക്കെ വരുമ്പോ ഇത് വഴിയാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് നോക്കിയേ, എന്തോരം വ്യൂവാ. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ നിങ്ങള് വെറുതെ പൈസയൊക്കെ മുടക്കി ഊട്ടിയിലും കൊടൈക്കനാലും ഒക്കെ പോയി എന്തിനാ പൈസ കളയുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ നാട്ടിൽ ആദ്യം കാണണം, എന്നിട്ട് നിങ്ങള് ട്രിപ്പൊക്കെ പോവാൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടേ ഇത്രയും നല്ല വ്യൂസ് ഒക്കെ കിടപ്പുള്ളപ്പോ നിങ്ങൾ ട്രിപ്പിന് വിധത്തിനാ പോകുന്നത്. ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുക്കുമ്പോ അടിപൊളിയായിരിക്കും. പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ഒന്നും പാലില്ല. അങ്ങ് അപ്പുറത്തെ റോഡുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ചൂണ്ട ഇടാനൊക്കെ പറ്റും. എല്ലാവരും ഇവിടെ പറ്റുന്നവര് വരണം. അടിപൊളി സ്ഥലമാണ്, സൂപ്പറാ. ഫോട്ടോ എടുക്കാനൊക്കെ തീരെ സ്ഥലമാണ്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ചെടിയൊക്കെ ഉണ്ട്. പുല്ലും പായലും എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ ചെടിയും ഉണ്ട്. അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അങ്ങോട്ട് നേരത്തെ നമുക്ക് പാരുന്നു. നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ പോച്ചയും കയറി. പിന്നെ അവിടെയൊക്കെ വെള്ളമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാക്കയും കിളികളും തത്തമ്മയും എല്ലാം കാണാം. പിന്നെ ഇഷ്ടം പോലെ ദേശാടന പക്ഷിയൊക്കെ കാണാം. വലിയ വലിപ്പമുള്ള ദേശാടന പക്ഷിയൊക്കെ കാണാം. പിന്നെ കൊക്കുണ്ട്. കൊക്ക് എല്ലാ കുളത്തിലും ഉണ്ട് കൊക്ക്. പിന്നെ കാക്കയുണ്ട്. എല്ലാ പൊന്മാനുണ്ട്. പൊന്മാനാണ് ഇവിടെ ഉള്ളത്, കുറെ ഉള്ളത്. അപ്പൊ അവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു പൊന്മാൻ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതങ്ങ് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങക്ക് ഇഷ്ടം പോലെ കിളികളൊക്കെ ഉണ്ട്. ആ വെള്ളത്തിന് അഴുകിയിരിക്കുന്ന മരങ്ങളിലൊക്കെ ആയിരിക്കും അതിന്റെ കൂട്. അവിടൊക്കെയാണ് കുറെ കിളികളൊക്കെ നിൽക്കുന്നത്. അവിടൊക്കെ നമ്മൾ രണ്ട് കിളികൾ, എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല, പറന്നു പോകുന്നുണ്ട്. പിന്നെ കൊളക്കോഴിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ കിളികളും ഉണ്ട്. ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ കിളികളെയൊക്കെ നല്ലതായിട്ട് കാണാൻ തോണ്ടേ കുറെ കിളികൾ പറന്നു പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒഴുകി പോവാണ്. ഒഴുക്ക് നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ട് നല്ല ഇതായിട്ട് ഒഴുകി പോവാണ് അവിടെ വെള്ളം. പിന്നെ ഇവിടെ ആരും പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടിടല്. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മീനൊക്കെ ചത്തുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആരും പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടിടരുത് വരുന്നവര്. അപ്പൊ ഇവിടെ ഇത്രയും പ്ലാസ്റ്റിക് ഒന്നും വലിയതായിട്ട് ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ ഇവിടെ നല്ലതായിട്ട് കിടക്കുന്നത്. പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ മീനുകളെല്ലാം ചത്തൊക്കെ പോയേനെ. കിളികളും അതൊന്ന് തിന്നു. ആ മീനെ തന്നെ ഇല്ലേ തിന്നുന്ന കിളികള്. അപ്പൊ ആ കിളികളും ചത്തുപോകും. അപ്പൊ നിങ്ങൾ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയരുത്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ഇവിടെ കുറെ പേര് ചൂണ്ടയിടാൻ വന്നിട്ടുണ്ട്. ഞങ്ങള് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടൊരു മാമനായിരുന്നു അവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ കണ്ടായിരുന്നു. ഞാനിവിടെ വേറെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ഇവിടെ വന്ന്. അന്ന് ഞാൻ അവിടൊക്കെ ഇറങ്ങി പോവായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറ്റത്തില്ല. അപ്പൊ അവിടെ പോച്ചയൊക്കെ പിടിച്ച് വെള്ളം കയറും. അതുകൊണ്ട് നമുക്കിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള സ്ഥലത്ത് ഉപയോഗിക്കാം. ഇവിടെ പുല്ലാണ് നമുക്ക് വേറെ സ്ഥലത്തിൽ പോകും.
അത് ഇതേപോലെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഈ അടിപൊളി സ്ഥലം വരുന്നത് പാവുമ്പോ അമ്മായി മുക്കിൽ നിന്ന് കുറച്ചിങ്ങോട്ട് കിഴക്കോട്ട് വന്നാൽ മതി. അപ്പൊ എന്റെ അടുത്ത വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും ഈ കടയുടെ വീഡിയോ ഒക്കെ. അപ്പൊ ചിലവരൊക്കെ കടയിലെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ടാണ് ഈ ലേറ്റ് ആയി പോകുന്നത്. ഇനിയും നല്ല കടയുടെ വീഡിയോ ഞാൻ ഇറക്കുന്നതാണ്. അപ്പൊ യൂട്യൂബില് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ, ഫേസ്ബുക്കിൽ എല്ലാവരും ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ ബൈ.